പീഡാനുഭവത്തിന്റെയും യേശുദേവന്റെ കുരിശുമരണത്തിന്റെയും ഓർമ്മകൾ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയിൽ നടന്നു. പെസഹ വ്യാഴത്തോടനുബന്ധിച്ച് കാൽകഴുകൽ ശുശ്രൂഷ കഴിഞ്ഞ ദിവസം നടത്തി. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കിയാണ് ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നത്. ദേവാലയങ്ങളിൽ ഇതോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങൾ വ്യക്തമാക്കി കുരിശിന്റെ വഴിയും പരിഹാര പ്രദക്ഷിണവും നഗരി കാണിക്കലും കബറടക്ക ശുശ്രൂഷകളും നടത്തി. യേശു ശിഷ്യന്മാരോടൊപ്പം അന്ത്യത്താഴം കഴിച്ച് അവരുടെ കാലുകൾ കഴുകി വിനയത്തിന്റെ ഉദാത്ത മാതൃക കാണിച്ച പെസഹ വ്യാഴത്തിന്റെ തുടർന്നുള്ള വെള്ളിയാഴ്ച യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തെയും കാൽവരി മലയിലെ കുരിശുമരണത്തെയും ക്രൈസ്തവർ അനുസ്മരിക്കുന്നു. മനുഷ്യരാശിയുടെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്ത് യേശു കുരിശുമരണം വരിച്ച ദിവസമാണ് ദുഃഖവെള്ളി. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും വിശുദ്ധിയോടെ ആചരിക്കുന്ന ഈ ദിനം ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധ ദിനങ്ങളിൽ ഒന്നാണെന്ന് കരുതുന്നു. നമുക്ക് പൂർണ്ണമായിട്ടും വിശുദ്ധരായിരിക്കാൻ സാധിക്കില്ല. നമ്മുടെ മനസ്സോട് നമ്മൾ ആഗ്രഹിക്കണം. കാരണം നമ്മുടെ ആഗ്രഹം, അതായത് നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുന്നുമില്ല. നമ്മൾ ആരും പൂർണ്ണമല്ല, അപൂർണ്ണമാണ്. അപ്പൊ അപൂർണ്ണതയിൽ നിന്നുണ്ട്, ബലഹീനതയിലും കാലാവസ്ഥയിലൊക്കെ ഉണ്ട്, വിഷയങ്ങളുണ്ട്. ഇവരെല്ലാം നിന്നുകൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമ്മളെ വിശുദ്ധീകരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയിൽ പങ്കുകൊള്ളാം. ക്രിസ്തുവിന്റെ കാൽവരി യാത്രയും പീഡാനുഭവ കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കലുമാണ് ദുഃഖവെള്ളി. പെസഹ വ്യാഴത്തിന്റെ ഭാഗമായി തേവലക്കര അരനെല്ലൂർ മുട്ടം വിശുദ്ധ ദേവസഹായം ദേവാലയത്തിൽ പെസഹ തിരുനാൾ ആഘോഷിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോസഫ് അംബ്രോസ് കാർമ്മികത്വം വഹിച്ചു. തിരുവത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി കാൽകഴുകൽ ശുശ്രൂഷയും ദിവ്യകാരുണ്യ ആരാധനയും നടന്നു. ദുഃഖവെള്ളി ദിനത്തിൽ കുരിശിന്റെ വഴിയും ദുഃഖവെള്ളി തിരുകർമ്മങ്ങളും നടത്തി. ശാസ്താംകോട്ടയിൽ കുരിശിന്റെ വഴി ചടങ്ങുകൾ നടന്നു. സെന്റ് തോമസ് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് ശാസ്താംകോട്ട ടൗൺ ചുറ്റി പള്ളിയിൽ കുരിശിന്റെ വഴി പ്രദക്ഷിണം സമാപിച്ചു. ഇടവക വികാരി ബിജു ജോസഫ് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ.